എന്നെ പോലുള്ള നീചന്മാരോട് പൊരുതി നിൽക്കാൻ പറ്റില്ലേ നിങ്ങൾക്ക്? എന്താ പറ്റുമോ? ഇപ്പോൾ CPM ലിസ്റ്റിൽ 13,000 പേരുണ്ട്. ആകെ 21% പേർക്കാണ് ആകെ നിയമനം കൊടുത്തത്. അതിനു മുമ്പേ എന്ത് ചെയ്തു? ആ ലിസ്റ്റ് തീരുന്നതിന് മുന്നേ അടുത്ത റാങ്ക് ലിസ്റ്റും വന്നു, അടുത്ത പരീക്ഷയുടെ നോട്ടിഫിക്കേഷനും വന്നു. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. ആ കുറച്ച് ഇട്ട എണ്ണത്തിലെ ഭൂരിഭാഗം പേർക്കെങ്കിലും നിയമനം കൊടുത്തിട്ട് വേണം അടുത്ത പരീക്ഷയും അടുത്ത നോട്ടിഫിക്കേഷനും ഒക്കെ വിളിക്കാൻ. ഈ പറഞ്ഞത് ഞങ്ങളുടെ കയ്യില്ല. എന്തും ചെയ്യാം, എന്തും ചെയ്യും. ഞാൻ കൊണ്ട് സാറേ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങളൊക്കെ. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരികളും PSC പരീക്ഷ എഴുതി എങ്ങനെയെങ്കിലും സർക്കാർ ജോലി കയറണം. ആ കാലം കഴിഞ്ഞു. ഒരു മന്ത്രിയുടെ വായിൽ നിന്ന് വന്നൊരു പ്രസ്താവനയായിരുന്നു ഈ പറയുന്ന കേരള PSC എഴുതി ജോലിക്ക് കയറുന്ന കാലമൊക്കെ കഴിഞ്ഞു എന്നുള്ളത്. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണമെന്ന്? അത് ശരിയാ. ഈ വക സർക്കാരിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞ നമുക്ക് രണ്ടുപേർക്ക് ഇക്കാര്യത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ പങ്കുണ്ട്. പ്രസംഗത്തിൽ നല്ല റാങ്ക്, പ്രവൃത്തിയിൽ ഏറ്റവും മോശം റാങ്ക്, ഏറ്റവും കൂടുതൽ നിയമനം നടത്തിയ സർക്കാർ എന്ന് പ്രസംഗം. എന്നാൽ ക്രൂരമായി റാങ്ക് ലിസ്റ്റുകളെ അവഗണിച്ച സർക്കാർ എന്നത് യാഥാർത്ഥ്യം. എന്തിനായിരുന്നു ഇതെല്ലാം? അതെ, എനിക്കറിയാൻ പാടില്ല. നിങ്ങൾക്ക് ആളെ കളിയാക്കാതിരിക്കുക. തിന്നുകയും ചെയ്യത്തില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയും ചെയ്യത്തില്ല. പരീക്ഷാ നടത്തിപ്പും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കലും നിയമനം നൽകാതിരിക്കലും സർക്കാരിന് ക്രൂരമായ തമാശയാണ്. 5ാം വർഷം മുഖത്തൊരു ചിരി പൊട്ടിച്ചു വെച്ച് ഈ നാട് മുഴുവൻ വോട്ട് തന്നെ നടക്കുന്ന ഇവന് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ പുച്ഛം. മുൻ ചെയർമാന്റെ തുഗ്ലക് പരിഷ്കാരങ്ങളുടെ ഇരയായിട്ടാണ് ഇത്രയും കുടുംബങ്ങൾ ഈ ഒരു റോട്ടിലേക്ക് ഇറങ്ങേണ്ടി വന്നത് എന്നുള്ളത്. കുറെ വേക്കൻസി ഇരിക്കുന്നുണ്ട്, ആ ബക്കറ്റ് ഇവിടെ കൊണ്ടു വെക്കാൻ പറ്റില്ലല്ലോ. കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരണം. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് വിചാരിക്കില്ലേ? നമ്മളോടൊന്നും തോന്നല്ലേ. POന്റെ പരീക്ഷ 2022-23 ലിസ്റ്റും വന്ന് ഇപ്പോൾ ലാസ്റ്റ് അത് എന്ത് ചെയ്യുന്നു? ഒരു 60 ദിവസം മാത്രമേ ഉള്ളൂ. ഇപ്പോഴും 21% മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, നിയമനവും കാര്യങ്ങളും നടന്നിട്ടുള്ളൂ. ഈ മഴക്കാലം തീരുന്നതിന് മുമ്പ് ശരിയാക്കി തരുമോന്ന് നിശബ്ദരാക്കിയാലും ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. ഉത്തരം തന്നേ പറ്റൂ. നിയമനത്തിന്റെ കാര്യം പറയുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയും. സാമ്പത്തിക പ്രതിസന്ധി ഉദ്യോഗാർത്ഥികളുടെ കാര്യം പറയുമ്പോൾ മാത്രമേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥ. We are living in a very cruel society. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. PSC മെമ്പേഴ്സിന്റെ കാര്യമോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഒന്നും ഒരു പ്രശ്നമല്ല. നിങ്ങളുടെ ഔദാര്യമല്ല, ഉറക്കം വിളിച്ചു പഠിച്ചെഴുതിയതിന്റെ അവകാശമാണ് ഇവർ ചോദിക്കുന്നത്. 60 ദിവസം മാത്രം നിൽക്കെ 13,975 പേരുള്ള റാങ്ക് ലിസ്റ്റിൽ 7 ബറ്റാലിയനുകളിലായിട്ട് ആകെ നിയമനം നടന്നത് 3019 മാത്രമാണ്. ഇത് കൊള്ളയാണ്, തട്ടിപ്പാണ്, പകൽ കൊള്ളയാണ്. ഞങ്ങളെ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഇവനെയൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുരിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണമെന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെഴുത്ത് തേയി. എനിക്കില്ലേ ഇനിയും വേണോ? കുടിൽമഴ വാഗ്ദാനം ചെയ്ത് ഇവരുടെ കൂടി വോട്ട് വാങ്ങി അധികാരത്തിലെത്തിയവർ പറയണം, ഈ ചെറുപ്പക്കാർക്ക് എന്തു മറുപടിയാണ് നിങ്ങൾക്ക് നൽകാനുള്ളത്? നിങ്ങളുടെ ഈ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റട്ടെ, നിങ്ങളുടെ ഗതികേട് അറിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അവരോടൊക്കെ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഇപ്പം ഒരു മോഹം തോന്നുന്നു, അതുകൊണ്ട് ചോദിക്കുക.